ഇതിൻ്റെ മുത്താണ് കേട്ടോ. അപ്പോൾ അതേപോലെ നല്ല ഭംഗിയില്ല ഇത് കാണാൻ, നല്ല രസമില്ല. ഇത് ഞാൻ അയാളെ കാണാതെ പറിച്ചു കൊടുന്നതാണ് കേട്ടോ. അതാ കണ്ടില്ല, നമ്മൾ വെറുതെ വീട്ടിലൊക്കെ ഇങ്ങനെ വെറുതെ ഇരിക്കല്ല. അപ്പം ഇങ്ങനെ എല്ലാവരും ഒന്ന് ഇങ്ങനെ ഉണ്ടാക്കിയാൽ നമുക്ക് എല്ലാത്തിനും നമുക്കൊരു മനസ്സ് സമാധാനമാണ്. ഇതവിടൊക്കെ ഇങ്ങനെ വന്ന് ഇങ്ങനെ നിൽക്കുമ്പോൾ കണ്ടില്ല, ഈ ചെടിയൊക്കെ കാണുമ്പോൾ എന്തൊരു ഒരു പ്രത്യേക നമ്മളെ ടെൻഷനും ഒക്കെ മാറും. എന്നെ സംബന്ധിച്ച് ഞാൻ പറയാം കേട്ടോ. ഹലോ ഗായ്സ്, അസ്സലാമു അലൈക്കും. വാവ് ഫാമിലിക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ വൈകുന്നേരമായിട്ടാ, ഒരുപാട് സമയമായി. നമ്മൾ രാവിലത്തെ പണിയൊക്കെ കഴിഞ്ഞ് നിസ്കാരം ഇതൊക്കെ കഴിഞ്ഞ് അങ്ങനെ ഇറങ്ങിയതാണ്. വൈകുന്നേരമായില്ല. അപ്പോൾ കുക്കു നല്ല ഉറക്കായിരുന്നു. അപ്പോൾ ഉറങ്ങി എണീച്ച് കുക്കു വന്നതാണ് അല്ലേ പൊന്നെ? അഞ്ചോന് വാവ് അങ്ങേന്. അപ്പോൾ അവനിതാ ഞാനിങ്ങോട്ട് ഇറങ്ങിയപ്പോൾ ഓനും ഇറങ്ങിയതാണ്. അപ്പം എൻ്റെ കൂടെ ഇറങ്ങി നിന്നതാണ്. നല്ല ഉറക്കൊന്നും ശരിക്കും തെളിഞ്ഞിട്ടില്ല, കണ്ടില്ല. എന്താണ് പോവാണേ? ബാബാ പോവാ? കുക്കുമോനെ ഉറക്ക് തെളിഞ്ഞിട്ടില്ല. പോകാൻ പൊയ്ക്കോട്ടലാണ് ഇവിടെ. കുക്കുമോനക്ക് ഉറക്കൊന്നും തെളിഞ്ഞിട്ടില്ല. കുക്കുതാ കണ്ടില്ല പൊന്നെ, എന്നിട്ട് പൊന്നിന് ഉറക്ക് തെളിഞ്ഞിട്ടില്ല. വാവേ അപ്പൊ അവനക്ക് ഉറക്കൊന്നും തെളിഞ്ഞിട്ടില്ല. അവന് ഏറ്റവും വലിയ മൈൻഡിൽ ഞാൻ നിൽക്കണില്ല. അപ്പൊ ഞാനിനി എൻ്റെ ചെടീൻ്റെ അടുത്തൊക്കെ ഒന്ന് പോയി നോക്കട്ടെ. അതിന് കുറേ ആൾക്കാർ വന്നിക്കണ്, പുതുതായിട്ട് വരുന്നവർ പോവാനയക്കണ്, പിന്നെ പുതിയത് വന്നവരുണ്ട്. അപ്പൊ നമുക്ക് അവിടെ ഒന്ന് പോയി നോക്കാം. എന്നാ വരി, നമുക്ക് പോവാം. അപ്പൊ ഇതൊക്കെയാണ് ഇൻ്റെത്. എന്താ എൻ്റെ തോട്ടം കണ്ടില്ല. ഇത് നമ്മളെ സൂര്യകാന്തി, കണ്ടില്ല. സൂര്യകാന്തി ഇതൊക്കെ ഇപ്പൊ ഇങ്ങനെ വന്ന് ആവണേ ഉള്ളൂ. മൊത്തമൊക്കെ ഇടാന് ആവണേ ഉള്ളൂ. കണ്ടില്ല, കുറച്ചായിട്ടുള്ളൂ. ഒരു രണ്ട് മാസമായിട്ടില്ല, ആവണേ ഉള്ളൂ. ചെടികളൊക്കെ. പിന്നെ മയിൽക്കണ്ണ് ഇതങ്ങനെ ഒന്നായിട്ട് ഇങ്ങോട്ട് വന്നിരുന്നു. അപ്പം ഞാൻ എന്ത് ചെയ്തെന്നറിയാം, അതിൻ്റെ തൂമ്പൊക്കെ ഇങ്ങനെ പറിച്ചിട്ട് ഞാൻ എന്ത് ചെയ്തെന്നറിയതാ, ഇവിടെ ഇങ്ങനെ കുത്തിയിട്ടു. അങ്ങനെ ഒപ്പത്തിൽ കുത്തിയിട്ടു. നമ്മളിത് ഉണങ്ങിയതൊക്കെ ഇങ്ങനെ ഉണങ്ങിയ ചെടികൾ ഇതൊക്കെ ഉണ്ടാവുമ്പോണ്ടല്ലോ കേടേലും ഓരോന്ന് ഇങ്ങനെ പാറ്റകളൊക്കെ കുത്തിയിട്ട് ഇങ്ങനെ കേട്, അതൊക്കെ നമ്മളിങ്ങനെ പറിച്ചു കൊടുക്കണം. എന്നാൽ ആ ഭംഗിയിൽ ഇങ്ങോട്ട് കിട്ടുള്ളൂ. കണ്ടില്ല, ഇതൊക്കെ കേടുന്നല്ല. ഞാൻ 2 ദിവസം ഇങ്ങോട്ട് വന്ന് നോക്കിയിട്ട്. അവ കുക്കുമോൻ ഇതാ വന്ന് നോക്കുന്നു. എന്നിട്ട് ചെടിയിലേക്ക് പോവരുതിട്ട് പൊന്നെ. വാ ഓന് അതിൻ്റെ ഉള്ളിൽ നിൽക്കണം. അവന് നമ്മളെവിടെ നിൽക്കണം അവിടെ അവനും ഉണ്ടാവും. അപ്പോൾ എന്താ ഇത് കണ്ടങ്ങൾ മയിൽക്കണ്ണൊക്കെ നോക്കിയാൽ എന്ത് രസത്തിലാണ് വന്നിക്കണമെന്ന് അറിയാം. മയിൽക്കണ്ണിൻ്റെ ഭംഗി കാണുകയാണെങ്കിൽ അപ്പുറത്ത് നോക്കണം കേട്ടോ. അപ്പുറത്ത് ഞാൻ കാണിച്ചു തരട്ടാ. പിന്നെ ചെടി എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഭ്രാന്താണ്. അതേ എനിക്ക് ഭ്രാന്താണ് ചെടി എന്ന് പറഞ്ഞാൽ. എനിക്ക് ഭക്ഷണം കഴിച്ചിട്ടില്ലെങ്കിൽ ചെടി എനിക്ക് വലിയ ഭ്രാന്താണ്. അപ്പോൾ ഈ ചെടി ഉണ്ടാക്കണം വീട്ടിൽ. പിന്നെ ഒരു ഇതുണ്ടല്ലോ, ഇത് പിന്നെ എന്താണ് ഈ ഒരു ചെടീനെ പറ്റി പറയുകയാണെങ്കിൽ തന്നെ ഇന്ന് ഞാൻ രാവിലെ വന്ന് നോക്കുമ്പോണ്ടല്ലോ ഇതുണ്ട് മുറിഞ്ഞ് കിടക്കണം. അപ്പം എനിക്ക് പാവം തോന്നിട്ടാ ഇതിങ്ങനെ ഇതായി കിടക്ക പൊടിച്ചോനെ എൻ്റെ ചെടി എന്ന് പറഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്ത് അത് പറിച്ചിട്ട് ആ തോട്ടം ഞാൻ കാണിച്ചു തരണം കേട്ടോ. അവിടുന്ന് പറിച്ചിട്ട് ഞാൻ ഇവിടെ കൊടുന്ന് കുഴിച്ചിട്ടതാണ്. ഇപ്പോൾ എന്താ പറയുക, ഉണങ്ങി കിടക്കണം. ഇനി വെള്ളമൊക്കെ ഒഴിച്ചിട്ട് ശരിയാക്കി കൊടുക്കണം. ഉണ്ടാവും എന്തായാലും, അവർ ഉഷാറാവും. അപ്പം അത് പിന്നെ ഞാൻ പുതിയ ആൾക്കാർ വന്നെന്ന് അറിഞ്ഞില്ല. പുതിയ ആൾക്കാർ ഇതാ ഒരാൾ വന്നിട്ടുണ്ട്. ഇതാ നമ്മളെ കുട്ടപ്പന് കണ്ടില്ലേ, എന്നെ കുട്ടപ്പനാണ് ചിരിച്ച് നല്ല സന്തോഷത്തിൽ ഇരിക്കണ കണ്ടില്ലേ. ഞാനൊരു ഉമ്മക്കട്ടെ, ഇതിൻ്റെ മുത്താണ് കേട്ടോ. അപ്പോൾ അതേപോലെ ഇവരെ മുന്നേ പുതിയ ആൾക്കാർ വന്നത് കണ്ടില്ലേ. ഇവരൊക്കെ പോവാനായി. എൻ്റെ കുട്ടികൾ ഇവരൊക്കെ പോയതാ. ഇവരൊക്കെ പോവുകയാണ്. വന്നിട്ട് ഇവരൊക്കെ പോയതാണ് കേട്ടോ. ഇവരൊക്കെ വന്ന് പോവുകയാണ്. അപ്പം അങ്ങനെ അത്. പിന്നെ നമ്മളെ സൂര്യകാന്തി നമ്മളെ മയിൽക്കണ്ണ്, സൂര്യകാന്തിന്ന് കണ്ടില്ല. മയിൽക്കണ്ണ് ഞാൻ പറഞ്ഞില്ല, നമ്മൾ മയിൽക്കണ്ണിൻ്റെ ഭംഗി കാണണമെങ്കിൽ മയിൽക്കണ്ണ് കണ്ടാ നല്ല ഭംഗിയില്ല ഇത് കാണാൻ. എന്തോ രസമുണ്ട്. ഇവിടെ നിന്ന് ഫോട്ടോസൊക്കെ എടുത്താൽ നല്ല ഭംഗി ഉണ്ടാവും. ഇവിടെ നിന്നിട്ട് കൊടുത്തതാ കണ്ടില്ല. ഇതൊക്കെ ഞാനിങ്ങനെ നല്ല ഭംഗിയിലാക്കിയതാട്ടോ. എനിക്ക്
എപ്പോൾ രാവിലെ എണീറ്റ് വന്നാൽ എനിക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് നിസ്കാരം ഓത്തൊക്കെ കഴിഞ്ഞ് വന്നാൽ പിന്നെ ഞാൻ ഇതിൻ്റെ അടുത്ത് എന്നിട്ട് അടുക്കളയൊക്കെ പോവുള്ളൂ. ആദ്യം എനിക്ക് ചെടിയിലേക്ക് വരണം. ചെടിയിൽ വന്നിട്ട് അവരെന്തായി അവരായിട്ട് 2 വർത്താനമൊക്കെ പറഞ്ഞ് എന്നാലേ എനിക്ക് അന്നത്തെ ദിവസം തൃപ്തിയാവുള്ളൂ. അങ്ങനെയാണ്. ഇത്ര ഒന്നും അല്ലായിരുന്നു ചെടി, ഒരുപാട് ചെടി ഉണ്ടായിരുന്നു. ഒരുപാട് റോസ് കൊമ്പൊക്കെ ഒരുപാടുണ്ടായി. ഞങ്ങളിങ്ങനെ വീട് മാറുന്നതിനെ കൊണ്ട് ഓരോരുത്തർ പിന്നെ കൊടുക്കും. നമ്മളിങ്ങനെ വണ്ടിയിൽ കൊണ്ടിറക്കണ്ട. എന്നാലും ഞാൻ മാക്സിമം കൊടുത്തിട്ട് ബാക്കി നമ്മൾ കൊണ്ടുവരും. റോസൊക്കെ ഒരുപാടുണ്ടായിരുന്നു ഉള്ളതുകൊണ്ട്. എന്നാലും എനിക്ക് ചെടിയില്ല, ഞാൻ ജാതിയാണ്. അങ്ങനെ പിന്നെ ഞാൻ ഉണ്ടാക്കിയതാണ് ഇതൊക്കെ. പിന്നെ ഇതിനെ പറ്റിയൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതൊക്കെ കുറേ ഒരു 4 കൊല്ലം എന്തായാലും ആയിട്ടുണ്ടാവും. ഇതൊക്കെ ഇതങ്ങനെ കുഞ്ഞ കൊമ്പായിട്ട് ഞാൻ ചട്ടിയിൽ കുഴിച്ചിട്ടതായിരുന്നു. ഇതൊക്കെ അപ്പോൾ ഇതങ്ങനെ വലിയതായി. ഇവരൊക്കെ ഒന്നും പിന്നെ ഞാൻ ഒഴിവാക്കലില്ല. ഇതൊക്കെ എൻ്റെ ആദ്യത്തെ ചെടിയാണ്. അപ്പം അത് ഇവര് ഇതൊക്കെ ഞാൻ കുഞ്ഞത് തൂമ്പ് മുറിച്ചിട്ട് ഞാൻ ചട്ടിയിൽ ആ ഭംഗിയിലിങ്ങനെ വെച്ചിട്ട് ഉണ്ടാക്കുന്ന ചെടികളാണ്. കണ്ടില്ല? ഇതൊക്കെ ഇപ്പോൾ ഞാൻ കുറച്ച് ദിവസമായി കട്ട് ചെയ്ത് കൊടുത്തിട്ട് ഞാനിങ്ങനെ ഒപ്പത്തിൽ കട്ട് ചെയ്ത് കൊടുക്കലാണ്. അപ്പം നല്ല ഭംഗി ഉണ്ടാവും. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ വലുപ്പം വെച്ച് നല്ല നീളം വെച്ചിരിക്കുന്നു. ഞാൻ കുറച്ച് കഴിഞ്ഞിട്ടൊക്കെ കട്ട് ചെയ്ത് കൊടുക്കണം. അപ്പം മഴയൊക്കെ പോയില്ല, ഇനി അവരുണ്ടാവട്ടെ, അങ്ങനെ നിൽക്കട്ടെ. പിന്നെ ഞാൻ നിങ്ങളോടൊരു പ്രധാനപ്പെട്ടൊരു കാര്യം ഞാൻ പറഞ്ഞുതരാം. ഈ ചെടീനെ പറ്റി പറയാൻ ഒരു അത്ഭുതമായിട്ടുള്ള കാര്യമുണ്ട്. ഞങ്ങൾ മഞ്ചേരി പോയി എന്നിട്ടാ. മഞ്ചേരി പോയപ്പോൾ റോട്ടിൻ്റെ വക്കത്ത് എനിക്ക് പണ്ടേ എൻ്റെ ചെറുപ്പത്തെ എനിക്ക് ചെടീനോട് വലിയ ഭ്രാന്താണ്, ഭയങ്കര ഭ്രാന്ത്. പിന്നെ ആരോടെങ്കിലും ഇപ്പോൾ സ്കൂളിൽ മദ്രസയിലൊക്കെ പോകുമ്പോൾ ഓരോ വീട്ടുകളിൽ ചെടി കാണുമ്പോൾ ഞാൻ ചോദിക്കും. അപ്പോൾ അവർ തരില്ല കേട്ടോ. അപ്പം ഞാൻ എന്ത് ചെയ്യുന്നറിയോ, ഞാൻ പിന്നെ അത് പോയി പറിച്ചു കട്ടുകൊണ്ടിരും. എന്നിട്ട് ഞാൻ വീട്ടിൽ കൊടുന്ന് കുഴിച്ചിടും. അങ്ങനെയാണ്. എന്ന് വിചാരിച്ചാൽ ഞാൻ എല്ലാതൊന്നും കട്ടുകൊണ്ടിരില്ല കേട്ടോ. ചെടി അങ്ങോട്ടുണ്ടെങ്കിലും എനിക്ക് തന്നില്ലെങ്കിൽ അത് ഞാൻ പറിച്ചുകൊണ്ടിരും. അത് ഇപ്പോഴും ഞാൻ അങ്ങനെ തന്നെ. ഇപ്പോൾ കല്യാണം കഴിഞ്ഞ് കുട്ടികളായിട്ടും ഇപ്പോഴും എനിക്ക് ആ ഒരു ഇത് എനിക്കിപ്പോഴും ഉണ്ട്. അങ്ങനെ ഞങ്ങൾ മഞ്ചേരി പോയപ്പോൾ ഈ ചെടി ഉണ്ടല്ലോ, ഈ ചെടി ഇതുണ്ട് റോട്ടിൻ്റെ പക്കത്ത് ഇങ്ങനെ നിൽക്കണ നല്ല ഇത് പിടിച്ചിക്കണ്. പക്ഷേ ഇത് ഇലക്കെട്ട് വരണം. അപ്പം നിങ്ങൾക്ക് ഇതിൽ പൂവിട്ടാൽ ഞാൻ കാണിച്ചു തരണ്ട്. അപ്പോൾ അങ്ങനെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര അത് കിട്ടണം തന്നെ. റോട്ടിൻ്റെ പക്കത്ത് ഇങ്ങനെ ഇത് ഉണ്ടാക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അവർ പറഞ്ഞ് പൂ പറിക്കരുതെന്ന് ആദ്യം തന്നെ നമ്മളോട് പറഞ്ഞു. അപ്പോൾ ഞാൻ എന്ത് ചെയ്തെന്നറിയോ, അവരെ കാണാതെ 2 ചെടി പറിച്ച്. ആ ചെടി അതും ഉണ്ട്, വേറെ ഒന്നും കൂടി ഉണ്ട്, അത് ഞാൻ കാണിച്ചു തരാം. ആദ്യത്തെ ചെടിയാണിത്. ഇത് നമുക്ക് ഭാഗ്യം ഉണ്ടെങ്കിൽ പിടിച്ചാൽ ഞങ്ങൾക്ക് കാണിച്ചു തരും, പൂവിട്ടാൽ ഞങ്ങൾക്ക് കാണിച്ചു തരണ്ട കേട്ടോ. അപ്പം നമുക്ക് ഇതിൻ്റെ കഥ അങ്ങനെ. അപ്പം ഈ മതി. അപ്പം ഞാൻ ഇനി ഒന്നും കൂടി കാണിച്ചു തരാം. അപ്പം ഇനി നമ്മളെ മറ്റേ തോട്ടത്തേക്ക് പോകട്ടെ. അപ്പം നമ്മളെ കുക്കുണ്ടായിരുന്നു ഇവിടെ. അപ്പോൾ കുക്ക് കൊടുക്കാൻ പോയി. കുക്കുവാ മോനെ, ഇങ്ങോട്ട് വാ. നമുക്ക് ചെടി കാണിച്ചു കൊടുക്കണ്ട. വാ കുക്കുവാ. ഇതാ ചെടി കണ്ടില്ല? ഇതാ കണ്ടാ? ഇതും ഞാനും അങ്ങനെ പറിച്ചു കൊടുക്കുന്നതാണ്. ഇതാ മഞ്ചേരിത്തെ കഥ പറഞ്ഞില്ല. ഇത് ഞാൻ അങ്ങനെ പറിച്ചോണ്ട. ഇത് പിന്നെ അന്ന് കൊണ്ടുവന്നപ്പോഴേ അന്ന് ഇങ്ങനെ തന്നെയാണ്. ഇത് പിടിച്ചിക്കണേ. ഇത് പിടിച്ചത് വേറൊരു മുട്ട ഇടുന്നുണ്ട്. ആ പൂവ് അന്ന് കൊണ്ടുവന്ന അന്നത്തെ പൂവ് തന്നെയാണ്, ഇപ്പോഴും പോയിട്ടില്ല. അപ്പോൾ ഇത് നല്ല ഭംഗിയില്ല, ഇത് കാണാൻ നല്ല രസമില്ല. ഇത് ഞാൻ അയാളെ കാണാതെ പറിച്ചു കൊടുന്നതാണ് കേട്ടാ. അതാ കണ്ടില്ല? പിന്നെ നമ്മൾ ഇവിടെ കുറേ ചെട്ടിപ്പൂ വിതറിക്കണും പിന്നെ ഇതൊക്കെ എൻ്റെ ചെടി. ഇതൊക്കെ ഞങ്ങളിങ്ങനെ വീട് മാറുമ്പോൾ എനിക്ക് സങ്കടമാണ്. ഇതൊക്കെ ഒഴിവാക്കുമ്പോൾ ചെടി അങ്ങനെ നല്ല ഇതിൽ ഞാൻ ഉണ്ടാക്കണതാണത്. ഇതൊക്കെ പോകുമ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമാണ്. അപ്പോൾ ഇതൊക്കെ ഞാനിപ്പോൾ ഈ വീട്ടിൽ വന്നതിൻ്റെ ശേഷം ഉണ്ടാക്കിയതാണ്. പിന്നെ ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ സൂര്യകാന്തി ഇതാണ് സൂര്യകാന്തി. ഞാൻ വീട്ടിൻ്റെ മുന്നിൽ കണ്ടില്ല സൂര്യകാന്തിൻ്റെ ചെടി കാണിച്ചു തന്നില്ല. ഇതാണ് സൂര്യകാന്തി കേട്ടോ. ഇതേപോലെ ഇത് അങ്ങനെ മുന്നിൽ ഉണ്ടാവുമ്പോൾ നല്ല ഭംഗി ഉണ്ടാവും, നല്ല ഷോ ഉണ്ടാവും. അപ്പം അതിന് മുട്ടൊന്നും ഇടാനായിട്ടില്ല, ആവണമുള്ളൂ. ഇത് പൂവൊക്കെ ഇട്ടതാണ്. കണ്ടില്ല? നല്ല ഭംഗിയില്ലേ കാണാൻ? അപ്പോൾ ഇതേപോലെ ഞങ്ങളെ മുന്നിൽ, ഇത് മുന്നിലല്ല കേട്ടോ, ഇത് ബാക്ക് ഭാഗമാണ്. അപ്പോൾ ഇതേപോലെ അവിടെ ഇട്ടാൽ നല്ല ഭംഗി ഉണ്ടാവും. ഇതിൽ പൂ വിരിഞ്ഞിക്കണി വിത്തുണ്ട്, പൂ വിരിയാനുള്ളതുണ്ട്, എല്ലാതുണ്ട്. നിങ്ങൾ കണ്ടില്ല? നല്ല ഭംഗിയില്ലേ കാണാൻ? സൂര്യകാന്തി ഓക്കെ. അല്ല കുക്കു ഇൻ്റെ പിന്നാലെ വന്നിട്ട് അവന് റോട്ടുമൊക്കെ ഒളിച്ച് മണ്ടുക.
അപ്പം ഞാൻ എന്ത് ചെയ്തെന്നറിയാം, അവനും കണ്ട് എടുത്തു കൊടുത്തു. അല്ലേ ഈ എവിടുക്ക പോണേ, പൂക്ക എവിടുക്ക പോണേ? അപ്പം ഞാൻ അവനങ്ങോട്ട് എടുത്തു കൊടുന്നതാണ്. അപ്പം ഇതൊക്കെയാണ് എൻ്റെ ചെടീൻ്റെ ഇത്. നമ്മൾ വെറുതെ വീട്ടിലൊക്കെ ഇങ്ങനെ വെറുതെ ഇരിക്കല്ല, അപ്പം ഇങ്ങനെ എല്ലാവരും ഒന്ന് ഇങ്ങനെ ഉണ്ടാക്കിയാൽ നമുക്ക് എല്ലാത്തിനും നമുക്കൊരു മനസ്സ് സമാധാനമാണ്. ഇതവിടൊക്കെ ഇങ്ങനെ വന്നിങ്ങനെ നിൽക്കുമ്പോൾ കണ്ടില്ല, ഈ ചെടിയൊക്കെ കാണുമ്പോൾ എന്തൊരു ഒരു പ്രത്യേക നമ്മളെ ടെൻഷനും ഒക്കെ മാറും. എന്നെ സംബന്ധിച്ച് ഞാൻ പറയാം കേട്ടോ, ഞാൻ അങ്ങനെ ഒരു ഇതാണ് എൻ്റെത്. അപ്പോൾ എനിക്ക് ഇവിടെയൊക്കെ വന്നിക്കുമ്പോൾ ഒരു സമാധാനമാണ്. അപ്പോൾ അപ്പം അങ്ങനെ ചെടിയൊക്കെ കണ്ടില്ല. അപ്പോൾ നിങ്ങളെ വീട്ടിലൊക്കെ ഉണ്ടെങ്കിൽ എന്നോട് പറയണം കേട്ടോ. അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതാവും. അപ്പോൾ ഓക്കെ, അസ്സലാമു അലൈക്കും, ബായ്.